അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ടൈമിലാണ് ആപ്പിൾ iOS 26 ബീറ്റ 4 റിലീസ് ചെയ്തേക്കുവാണ്. ഇത് ലഭിച്ചിരിക്കുന്ന ഏകദേശം 8 GB അടുത്താണ് ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുന്നത്. സോ ഇത് കറൻ്റ് റൺ ചെയ്യുന്നത് iPhone 14 Proയിലാണ്. ഒപ്പം iPhone 16eയിലും നമ്മളിത് റൺ ചെയ്യുന്നുണ്ട്. സോ ബീറ്റ 3 വേഴ്സസ് ബീറ്റ 4ൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ്, ബഗ് ഫിക്സസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. iOS 26 കഴിഞ്ഞ ജൂണിലാണ് ആപ്പിൾ റിലീസ് ചെയ്തത്. അതായത് ആപ്പിളിൻ്റെ അപ്കമിങ് വേർഷനാണ് iOS 26. കറൻ്റ്ലി iOS 26 റൺ ചെയ്യുന്നത് ബീറ്റയിലാണ്, ഡെവലപ്പർ ബീറ്റ. സോ സെറ്റിംഗ്സ്, ജനറൽസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാം ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ ഡെവലപ്പർ ബീറ്റ അപ്ഡേറ്റിലാണ് കറൻ്റ്ലി ഈ ഒരു iOS 26 ഞാൻ നമ്മുടെ ഡിവൈസിലെല്ലാം റൺ ചെയ്യുന്നത്. സോ ഇനി എന്നാണ് iOS 26 ഒഫീഷ്യലി എല്ലാ ഡിവൈസുകളിലും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിനും ലഭിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം സെപ്റ്റംബറിലായിരിക്കും നമുക്ക് ഒഫീഷ്യലി ഇത് റിലീസാകുന്നത്. സ്ഥിരമായിട്ട് ആപ്പിളിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, സെപ്റ്റംബർ മാസമാണ് ആപ്പിളിൻ്റെ പുതിയ ഡിവൈസുകൾ ഇനി വരാൻ പോകുന്നത്. 17 സീരീസാണ്. സോ 17 സീരീസ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നതിനോടൊപ്പം ആയിരിക്കും iOS 26ഉം അതോടനുബന്ധിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകളും ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. ഈ ബീറ്റ ടെസ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ അപ്ഡേറ്റിലും ചെറുതും വലുതുമായിട്ടുള്ള പല മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരും. അപ്പം അത് യൂസേഴ്സിന് എങ്ങനെ അത് സ്വീകാര്യമാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബഗ്ഗുകളുണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ അറിയാനും പരിഹരിക്കാനും ഉള്ള ടൈം പീരീഡാണ് ഈ ഒരു സെപ്റ്റംബർ വരെ ഉള്ളത്. പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സോ ബീറ്റ 4ലേക്ക് വന്നപ്പോൾ ഉള്ള പ്രധാന മാറ്റമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബീറ്റ 3ൽ നമ്മൾ കണ്ടിരുന്നു ആപ്പിൾ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന UI ആണ് iOS 26ൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനെ കുറച്ചും കൂടെ ഫ്രോസ്റ്റി ഫിനിഷിലേക്ക് മാറ്റിയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിലും ഞാനിവിടെ സൈഡ് ബൈ സൈഡ് നിങ്ങൾക്കത് കാണിച്ച് മനസ്സിലാക്കി തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഫ്രോസ്റ്റി ഫിനിഷാണ് ബീറ്റ 3ൽ. ബീറ്റ 4ലേക്ക് വന്നപ്പം ആ സീ ത്രൂ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കളേഴ്സ് കാര്യങ്ങളൊക്കെ സീ ത്രൂ അല്ലാതെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ, മ്യൂസിക് ആപ്പിൽ മാത്രമല്ല സെറ്റിങ്സിൽ നിങ്ങൾ കാണാം ആ ഒരു സീ ത്രൂ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഫ്രോസ്റ്റി ഫിനിഷാണ്, നമുക്ക് അതിൻ്റെ ബാക്കിൽ എന്താണെന്നുള്ളത് കാണാൻ സാധിക്കത്തില്ല. പിന്നെ സഫാരിയിലും ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ആ ഒരു സീ ത്രൂ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഓരോ ഓപ്ഷനിലൂടെയും പാസ്സായി പോകുമ്പോൾ നമുക്ക് ആ കളറ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു കളറ് വ്യക്തമായിട്ട് കാണാം. ആ ഒരു മാറ്റം നമുക്ക് വിജിറ്റിൽ പോലും വിസിബിളാണ്. നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു വിജിറ്റ് കുറച്ചും കൂടെ ഫ്രോസ്റ്റി ഫിനിഷാണ്. എന്നാൽ ബീറ്റ 4ലേക്ക് വരുമ്പം നമുക്കിവിടെ ആ ഒരു ഗ്ലാസ് എഫക്റ്റ് തന്നെ, ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. UIയിൽ വന്ന രണ്ടാമത്തെ ചേഞ്ച് നോട്ടിഫിക്കേഷൻ സെൻറ്ററിലാണ്. നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം ബീറ്റ 3ൽ നമ്മൾ നോട്ടിഫിക്കേഷൻ മേളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്ങനെയാണോ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അതുപോലെ തന്നെയാണ്. എന്നാൽ ബീറ്റ 4ലേക്ക് വന്നപ്പം നമ്മൾ സ്ലൈഡ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കുറച്ചും കൂടെ ഡാർക്കർ ആകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻസ് റീഡബിൾ ആകുന്നു എന്നുള്ളതാണ്. പിന്നീട് സെറ്റിങ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൽ നമുക്ക് ചെറിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. റെഡ്യൂസ് ലൗഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ബഗ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും വീഡിയോ, ഓഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് മ്യൂട്ടാകുകയും, അതായത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ മ്യൂട്ടാകുകയും ഈ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയിരിക്കും മുഴച്ച് കേൾക്കുന്നത്. ആപ്പിൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് റെഡ്യൂസ് ലൗഡ് സൗണ്ട് എന്ന് പറയുന്നത്. സോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം റെഡ്യൂസ് ഓഡിയോ ലെവൽ റേഞ്ച് ആൻഡ് ക്രിയേറ്റ് സോഫ്റ്റർ സൗണ്ട് എഫക്ട്സ് വൈൽ മെയിൻറ്റെയിനിങ് ദ ക്വയറ്റ് ഡിസ്പ്ലേ ഓഫ് ഒറിജിനൽ ഓഡിയോ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബറിലാണ് ആപ്പിളിൻ്റെ പുതിയ iPhone 17 സീരീസ് ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത്. സോ അത് പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണ്, അത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല. കാരണം അതിന് നമ്മളെ സഹായിക്കാൻ ഈസി EMIയും അതിൻ്റെ നിരവധി സ്കീംസും ഉണ്ട്. വിച്ച് മേക്സ് ബൈങ് ആൻ iPhone ഈസ് നൗ മോർ അഫോർഡബിൾ ദാൻ എവർ. ഇനി നിങ്ങൾ പുതിയ മോഡൽ iPhone പർച്ചേസ് ചെയ്യുന്നുണ്ട്, അത് പർച്ചേസ് ചെയ്യുന്നത് EMI ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ EMI എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ. ഫൈനാൻസിങ്, ക്രെഡിറ്റ് കാർഡ്, EMI അപ്രൂവൽ, ഇതെല്ലാം ബേസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ക്രെഡിറ്റ് സ്കോർ? അതൊരു 3 ഡിജിറ്റ് നമ്പറാണ്. 300 to 900 റേഞ്ചിലകത്ത് വരുന്ന ഈ സ്കോറുകൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും ക്രെഡിറ്റ് വെർത്തിനെസ്സിനെയാണ് ബാങ്കുകളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. സോ നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് സ്കോറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ക്രെഡിറ്റ് ലിമിറ്റുകൾ അല്ലെങ്കിൽ EMI ലോൺ അപ്രൂവൽസ് എല്ലാം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് ക്രെഡിറ്റ് സ്കോറുകളെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതിലൊരു പൈസ പോലും ചിലവില്ലാതെയും ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്
paisabazar.com ആണ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ റാങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ്, സിറ്റി, ഇങ്ങനെ നിരവധി ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടുള്ള പേഴ്സണലൈസ്ഡ് ലോൺ ഓഫേഴ്സും അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ പൈസ ബസാർ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. CPL, അതായത് ക്രെഡിറ്റ് പ്രീമിയർ ലീഗ്. ഈ ഒരു കോൺടെസ്റ്റിലൂടെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ റാങ്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും ബേസ്ഡ് ഓൺ സിറ്റി, ഏജ് ഗ്രൂപ്പ് ഓർ ഈവൻ അക്രോസ് ഇന്ത്യ. ഈ കോൺടെസ്റ്റിൽ വിൻ ചെയ്യുന്നവർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രൈസുകൾ കാത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് പുതിയ ഐഫോൺ, ആമസോൺ വൗച്ചേഴ്സ്, അങ്ങനെ നിരവധി ഗിഫ്റ്റുകളാണ്. ഒപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള യൂസ്ഫുൾ ടിപ്സും അതോടൊപ്പം മന്ത്ലി അപ്ഡേറ്റ് വാട്സാപ്പിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ വളരെ ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് സ്കോർ, അതിൻ്റെ റിപ്പോർട്ടുകൾ, അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് പൈസ ബസാറിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലൂടെ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് വാൾപേപ്പറിലാണ്. നമ്മൾ പുതിയൊരു വാൾപേപ്പർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഡൈനാമിക് വാൾപേപ്പർ. നിങ്ങൾക്കിത് കാണാം. മൊത്തം വാൾപേപ്പേഴ്സും മിക്ക വാൾപേപ്പേഴ്സും ലോഡാകുന്നില്ല, ലോഡായി വരുന്നതേ ഉള്ളൂ. അതാണ് ബീറ്റ എന്നുള്ള വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. ബീറ്റ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് OS ആണ്. ഇതിൻ്റേതായിട്ടുള്ള പല പ്രോബ്ലംസും. ഇതാണ് ഡൈനാമിക് വാൾപേപ്പർ. ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബീറ്റ 3 നമുക്ക് 4 പുതിയ വാൾപേപ്പേഴ്സ് ആണ് വന്നത്. ഷാഡോ, സ്കൈ, ഹാലോ ആൻഡ് ഡസ്ക് എന്ന് പറയുന്ന ഈ 4 വാൾപേപ്പേഴ്സിനോടൊപ്പമാണ് ആപ്പിൾ ഇപ്പം ഈ ഒരു ഡൈനാമിക് വാൾപേപ്പർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് ഇതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്വേഡുകൾ നമ്മൾ എവിടെയൊക്കെ ചോദിക്കുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളുടെ ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ടാപ്പ് ചെയ്യുമ്പം ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾ കാണാം. നമുക്ക് പോപ്പപ്പ് ചെയ്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻ്റർഫേസാണ്. ഒന്ന് ബീറ്റ 3 സെൻറ്റർ അലൈൻ ആയിരുന്നു നമുക്ക് പാസ്വേഡും എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും. എന്നാൽ ബീറ്റ 4 വന്നപ്പം നമുക്ക് അവിടെ ഒരു ലോക്ക് ബട്ടൻ്റെ ഗിഫ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം എൻ്റർ യുവർ പാസ്വേഡ് അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തേക്കുന്നതും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ആ ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. മേ ബി ഇതൊരു ബഗ് ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ് ഐക്കണും ബാക്കിയുള്ള കാര്യങ്ങളും സെൻട്രൽ ലൈൻ ചെയ്യുമായിരിക്കും മേ ബി ഓൺ നെക്സ്റ്റ് അപ്ഡേറ്റ്. ക്യാമറ ആപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു ആപ്പ് ഐക്കൺ ആപ്പിൾ ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബീറ്റ 4 വന്നപ്പം ലെൻസിൻ്റെ ആ സൈസ് ആപ്പിൾ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിനകത്ത് വരുന്ന ആ ഒരു ബ്ലാക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ ആ റിങ്ങിൻ്റെ ആ ഒരു രീതി അത് ആപ്പിൾ കുറച്ചിട്ട് കുറച്ചും കൂടെ ലെൻസിൻ്റെ ആ ഒരു സ്പേസ് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തപ്പം മിക്ക യൂസേഴ്സിനും ലഭിച്ച ഒരു ഗ്രീറ്റിംഗ് സ്ക്രീൻ അല്ലെങ്കിൽ സ്പ്ലാഷ് സ്ക്രീനാണ് ഇത്. ഇനി ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം പ്രീവിയസ്ലി ഇൻ ബീറ്റ 3 നിങ്ങൾക്ക് ഇവിടെ സ്വൈപ്പ് ചെയ്യുമ്പം കാണാം നമുക്ക് ആ ഒരു ടെക്സ്റ്റുകൾ, ആ ഒരു ഓപ്ഷൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവുന്നത്. പോർട്രേറ്റ്, വീഡിയോ, സ്ലോ മോഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് സ്വിച്ച് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ ബട്ടൺ അവിടെ സ്റ്റിൽഡായിട്ട് നിൽക്കുന്നു, പക്ഷേ ഓപ്ഷൻസ് സ്വിച്ച് ചെയ്യുന്നു. എന്നാൽ ബീറ്റ 4 വന്നപ്പം ആപ്പിൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് അല്ല ആ ഒരു സ്ലൈഡർ തന്നെ അങ്ങോട്ട് മൊത്തത്തിൽ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓപ്ഷൻസ് സ്വിച്ച് ചെയ്യാനുള്ളത് ആ സ്ലൈഡറിൽ തന്നെയാണ്. പിന്നീട് ഫോൺ ആപ്പിൻ്റെ സെറ്റിംഗ്സിലാണ്. ബീറ്റ 3 ഡിക്റ്റേറ്റ് കോൾ വെയിറ്റിംഗ് കഴിഞ്ഞാൽ കോൾസ് ഫോർ അൺനോൺ നമ്പേഴ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അതിൽ ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമേ കൊടുത്തുള്ളൂ, സ്ക്രീൻ, ഇൻകമിംഗ് കോൾസ്. പക്ഷേ ബീറ്റ 4 വന്നപ്പം നെവർ ആസ്ക് റീസൺ ഫോർ കോളിംഗ്, സൈലൻറ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ആപ്പിൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് കോൾ ഫിൽറ്ററിംഗ് ഒക്കെ വരുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യമാണ്. എന്താണ് ഈ ഒരു സ്ക്രീൻ അൺനോൺ കോളിംഗ് എന്ന് വെച്ചാൽ ജൂണിൽ ആപ്പിൾ iOS 26 ഒഫീഷ്യലി അനൗൺസ് ചെയ്തപ്പം മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. ഫോൺ ആപ്പിനകത്ത് ആപ്പിൾ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓൺ സ്ക്രീൻ അവയർനെസ് അല്ലെങ്കിൽ കോൾ അവയർനെസ് ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് സ്ക്രീൻ അൺനോൺ ഫീച്ചർ. അതിൽ ഈ നെവർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുകയും റിങ്ങ് ചെയ്യുകയും അത് കോൾ ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. എന്നാൽ ആസ്ക് ഫോർ റീസൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എന്താണ് ആ ഒരു കോളിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കോളിനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ അറിയാതെ നമ്മുടെ ഡിവൈസിൽ ആ കോളിനെ പറ്റി യാതൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളെ ഡിസ്പ്ലേ ചെയ്യത്തില്ല. വൺസ് ഈ വരുന്ന കോളിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഐഫോൺ റിങ് പോലും ആകത്തുള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള സൈലൻ്റ് ആണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ നമ്മുടെ ഡിവൈസ് റിങ് ആകത്തില്ല, അത് സൈലൻ്റ് ആകത്തേ ഉള്ളൂ. സ്റ്റിൽ നമുക്ക് വോയിസ് മെയിലിലേക്ക് ഡയറക്റ്റ് ഈ കോളിൻ്റെ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഷെയർ ഷീറ്റിൻ്റെ ഗിഫ് ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ബീറ്റ 3 കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ് ഐക്കൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എയർപ്ലേ ഐക്കണും ഫോണിൻ്റെ ഐക്കണും എല്ലാം നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ബീറ്റ 4 വന്നപ്പം കുറച്ചും കൂടെ ബോൾഡർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഈ ഒരു ഗിഫ് ഐക്കണിന് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം സ്പേസിങ്ങും കുറച്ച് കാര്യമായുള്ള വ്യത്യാസങ്ങൾ സ്പേസിങ്ങിലും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ മൈനർ വ്യത്യാസങ്ങൾ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി നോട്ട്സ് ആപ്പിൽ
നോട്ട്സ് ആപ്പിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടൂൾ ബാറും കീബോർഡും തമ്മിലുള്ള ആ ഗ്യാപ്പ് ആപ്പിൾ കുറച്ചിട്ടുണ്ട്. എന്നാൽ ബീറ്റ 3 വലിയൊരു ഗ്യാപ്പായിരുന്നു കീബോർഡും ടൂൾ ബാറും തമ്മിലുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ബഗ് ഫിക്സിലേക്ക് വരുമ്പോൾ കുറേയധികം ബഗ് ഫിക്സുകൾ ആപ്പിൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി ഇതിൽ എടുത്തു പറയേണ്ട 2 കാര്യം, ഒന്ന്, കോൺടാക്ട്സ് ആപ്പിനകത്ത് സെർച്ച് കാണിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. സോ കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ 4 അല്ലെങ്കിൽ ബീറ്റ 3 എനിക്ക് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതേ സെർച്ച് ഓപ്ഷൻ എനിക്ക് ബീറ്റ 3 അവൈലബിൾ ആണ്. സോ അതൊരു മൈനർ ബഗ്ഗായിരുന്നു. ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ പരിഹരിക്കാൻ സാധിക്കുന്ന ചെറിയൊരു ബഗ്ഗായിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആരോടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബീറ്റ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സെക്കൻഡറി ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം, ഒരിക്കലും പ്രൈമറി ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് അത്ര ഐഡിയൽ അല്ല. കാരണം ഇതൊരു ബീറ്റ OS ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിരവധി ബഗ്ഗുകളും പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ കാണും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ബീറ്റ വരുന്നവരെ വെയിറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് റിലീസ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് iOS 26 ബീറ്റ 4 പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. Once again, this is Milan. Catch you guys next video. Until then, peace.